എല്ലാവർക്കും നമസ്കാരം. ബുദ്ധിശക്തിയെ പലതരത്തിൽ നിർവചിച്ചിരിക്കുന്നു. അമൂർത്തീകരണം, യുക്തി, മനസ്സിലാക്കൽ, സ്വയം അവബോധം, പഠനം, വൈകാരിക അറിവ്, ന്യായവാദം, ആസൂത്രണം, സർഗാത്മകത, വിമർശനാത്മക ചിന്ത, പ്രശ്നപരിഹാരം എന്നിവയ്ക്കുള്ള കഴിവ്. ഈ കഴിവുകളൊക്കെ നമ്മുടെ കുട്ടികൾക്കും വേണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഇന്ന് ഉണ്ടാകാതിരിക്കില്ല. ഇതിനുള്ള ഏറ്റവും ഗുണകരമായ ഒരു പ്രൊഡക്റ്റാണ് ന്യൂഡി ചാർജ് DHA200. എന്റെ പേര് ദുർഗ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ശരീരത്തിലെ കോശങ്ങളുടെ ഒരു പ്രധാന ഘടനാപരമായ ഘടകമാണ് ഡോഗോസഹെക്സനോയിക് ആസിഡ്. ഇത് പ്രധാനമായും മനുഷ്യന്റെ തലച്ചോറിലും കണ്ണുകളിലും കാണപ്പെടുന്നു. തലച്ചോറിന്റെയും കണ്ണിന്റെയും വികാസത്തെയും പ്രവർത്തനപരമായ ഫലങ്ങളെയും DHA പിന്തുണയ്ക്കുന്നു. ജീവിതത്തിലുടനീളം DHA സാന്ദ്രത നിലനിർത്തേണ്ടത് പ്രധാനമാണ്. എന്നാൽ ഗർഭധാരണം, മുലയൂട്ടൽ, ശൈശവം എന്നിവ ദുർബലമായ സമയങ്ങളാണ്. അവിടെ DHAയുടെ അപര്യാപ്തമായ വിതരണം മാനസികവും ദൃശ്യപരവുമായ വികാസത്തെയും പ്രകടനത്തെയും ബാധിക്കും. അതിനാൽ തലച്ചോറിനും ദൃശ്യവികാസത്തിനും DHA പ്രധാനമായിത്തീരുന്നു. ന്യൂട്രിചാർജ് DHA200 ഒരു സമ്പൂർണ്ണ സസ്യാഹാര ആരോഗ്യ സപ്ലിമെന്റാണ്. ഇത് DHAയുടെ സുരക്ഷിതവും മികച്ചതുമായ ഉയർന്ന നിലവാരമുള്ള ഉറവിടമായ സമുദ്ര ആൽഗകൾ നൽകുന്നു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും തലച്ചോറിന്റെയും കണ്ണുകളുടെയും ഘടനയെയും പ്രവർത്തനത്തെയും പിന്തുണയ്ക്കുന്നതിന് ഇത് ഒപ്റ്റിമൽ ഡോസേജ് നൽകുന്നു. നമ്മുടെ ന്യൂട്രിചാർജ് DHA200 വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഇത് കൊഴുപ്പുള്ള മത്സ്യത്തിൽ നിന്നല്ല എടുത്തിരിക്കുന്നത്. ഇത് കടലിനടിയിലെ ആൽഗൽ എന്ന പായലിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. ന്യൂട്രിചാർജ് DHA200 ആർക്കൊക്കെ കൊടുക്കാമെന്ന് നോക്കാം. ഗർഭപിണ്ഡത്തിന്റെ തലച്ചോറിന്റെയും കണ്ണുകളുടെയും വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഗർഭിണികൾക്ക് ഇത് അത്യുത്തമമാണ്. ശിശുക്കളുടെ തലച്ചോറിന്റെയും കണ്ണുകളുടെയും വികാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഓർമ്മശക്തിയും ശ്രദ്ധയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മുലയൂട്ടുന്ന അമ്മമാർക്ക് വളരെ ഗുണപ്രദമാണ്. വളരുന്ന തലച്ചോറിനെ പിന്തുണയ്ക്കുകയും തലച്ചോറിനെ ആരോഗ്യകരവും സജീവവുമായി നിലനിർത്തുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് കൗമാരക്കാർക്ക് വളരെ നല്ലതാണ്. തലച്ചോറിന്റെയും കണ്ണുകളുടെയും സാധാരണ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നതിനാൽ മുതിർന്നവർക്ക് നല്ലതാണ്. ഡിമെൻഷ്യ, അൽഷിമേഴ്സ്, മൈഗ്രെയിൻ എന്നിവയുടെ സാധ്യത കുറയ്ക്കുകയും ഓർമ്മശക്തി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ പ്രായമായവർക്ക് നല്ലതാണ്. DHA200ന്റെ അതുല്യമായ സവിശേഷതകൾ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി കാരജീനൻ അടിസ്ഥാനമാക്കിയുള്ള ആൽഗൽ DHA കാപ്സ്യൂളുകൾ ആണ് ഇത്. സസ്യ അധിഷ്ഠിത DHAയാണ്. ഇത് പ്രകൃതിക്ക് യാതൊരു തരത്തിലും മലിനീകരണമാകുന്നില്ല. DHA വെജിറ്റേറിയൻ സോഫ്റ്റ് കാപ്സ്യൂൾ 200 മില്ലിഗ്രാം ആണ്. GMO രഹിത സമുദ്ര ആൽഗകളിൽ നിന്ന് നിർമ്മിച്ചത്. അതുകൊണ്ട് മീനിന്റെ രുചിയോ പൊള്ളലോ ഇല്ല. മത്സ്യ എണ്ണയ്ക്ക് പകരം സുരക്ഷിതവും സസ്യാഹാരിയുമായ എണ്ണ ക്രീമി കാരമൽ ഫ്ലേവർ കാപ്സ്യൂളുകളാണ് ഇത്. USA-യിൽ നിന്നുള്ള പേറ്റന്റ് നേടിയ സാങ്കേതികവിദ്യയാണ്. 100% വെജിറ്റേറിയൻ ഉൽപ്പന്നമാണ്. ഗർഭസ്ഥ ശിശുവിന്റെയും കുഞ്ഞിന്റെയും തലച്ചോറിന്റെ വികാസത്തിനും കാഴ്ചശക്തിക്കും ഇത് സഹായിക്കും. തലച്ചോറിന്റെയും കണ്ണുകളുടെയും വളർച്ചയെ പിന്തുണയ്ക്കുകയും ജീവിതത്തിലുടനീളം ശരിയായ തലച്ചോറിന്റെയും കണ്ണുകളുടെയും ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും. ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. തലച്ചോറിന്റെ സാധാരണ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ഡിമെൻഷ്യ തടയുകയും ചെയ്യും. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ന്യൂട്രിചാർജ് DHA200 ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഡോഗോസഹെക്സനോയിക് ആസിഡ് ഉള്ളതുകൊണ്ട് തലച്ചോറും കണ്ണുകളും വളരെയധികം സമ്പുഷ്ടമാണ്. DHA200 ഗർഭപിണ്ഡത്തിന്റെ അവസാനത്തിലും നവജാതശിശു ജീവിതത്തിന്റെ ആദ്യത്തിലും കലകളിൽ അടിഞ്ഞുകൂടുന്നു. ജനനസമയത്ത് തലച്ചോറിന്റെ വളർച്ച ഏകദേശം 75% വികസിക്കുന്നു. കൂടാതെ ജീവിതത്തിന്റെ ആദ്യ 2 വർഷങ്ങളിൽ ഏകദേശം 80% ആയി ഇത് വികസിക്കുന്നു. ഗർഭകാലത്ത് പ്ലാസന്റ വഴി DHA കുട്ടിയിൽ എത്തുകയും ജനനത്തിനുശേഷം അമ്മയുടെ പാലിലൂടെയും DHA കുട്ടികളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഗർഭകാലത്ത് DHA നൽകുന്നതിലൂടെ നവജാത ശിശുവിന്റെയും മുലയൂട്ടുന്ന അമ്മയുടെയും DHA നില വർദ്ധിപ്പിക്കുന്നു. ഗർഭപാത്രത്തിൽ വെച്ച് തലച്ചോറിന്റെയും കാഴ്ചയുടെയും വികാസം ആരംഭിച്ച് ജനനത്തിനുശേഷം പക്വത പ്രാപിക്കുന്നു. തലച്ചോറിന്റെയും കാഴ്ചയുടെയും വികാസത്തിന് DHA ആവശ്യമാണ്. ഗർഭകാലത്ത് DHA കഴിക്കുന്നത് കുഞ്ഞിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയിലെ ഗർഭിണികൾ ഏറ്റവും കുറഞ്ഞ അളവിലാണ് DHA കഴിക്കുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു.
ജനനത്തിനു ശേഷവും കൗമാരത്തിന്റെ ആദ്യ പകുതി വരെയും തലച്ചോറിന്റെയും കാഴ്ചയുടെയും വികാസം തുടരുന്നു. ഓർമ്മ, ഏകാഗ്രത, ചിന്താശേഷി തുടങ്ങിയ വൈജ്ഞാനിക കഴിവുകൾ കൗമാരത്തിലൂടെ വികസിക്കുന്നു. വളരുന്ന തലച്ചോറിന്റെയും കാഴ്ചയുടെയും വികാസത്തെ പിന്തുണയ്ക്കുന്നതിനും തലച്ചോറിനെ സജീവമായി നിലനിർത്തുന്നതിനും ഡിഎച്ച്എ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. മുതിർന്നവരിൽ തലച്ചോറിന്റെയും കണ്ണിന്റെയും സാധാരണ പ്രവർത്തനം നിലനിർത്തുന്നതിനും ഡിഎച്ച്എ ആവശ്യമാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. പ്രായമായവർ ആവശ്യത്തിന് ഡിഎച്ച്എ കഴിക്കുന്നത് പ്രായവുമായി ബന്ധപ്പെട്ട ഓർമ്മക്കുറവ് തടയാനും ഡിമെൻഷ്യ, അൽഷിമേഴ്സ് എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കും. ആൽഗൽ ഡിഎച്ച്എ ഓയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ലായകങ്ങൾ ഉപയോഗിക്കാതെ സമുദ്ര ആൽഗകളിൽ നിന്നാണ് ആൽഗൽ ഡിഎച്ച്എ ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. മുഴുവൻ പ്രക്രിയയും നന്നായി നിയന്ത്രിതമാണ്, അതിനാൽ മാലിന്യങ്ങളൊന്നുമില്ല. ആൽഗൽ ഡിഎച്ച്എ ഓയിൽ വായുവിനോടും വെളിച്ചത്തോടും സംവേദനക്ഷമതയുള്ളതാണ്. ഒരു വെജിറ്റബിൾ സോഫ്റ്റ് കാപ്സ്യൂളിൽ ആൽഗൽ ഡിഎച്ച്എ ഓയിൽ പൊതിഞ്ഞിരിക്കുന്നത് വായു സമ്പർക്കം തടയുന്നു, കൂടാതെ കാപ്സ്യൂളിന്റെ കാരമൽ നിറം എണ്ണയെ വെളിച്ചത്തിൽ നിന്ന് സംരക്ഷിക്കുകയും എണ്ണയുടെ അപചയം തടയുകയും ചെയ്യുന്നു. അങ്ങനെ പോഷകശക്തി സംരക്ഷിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ പേശികളുടെ ചലനശേഷിക്കായി ദിവസവും 6000 ചുവടുകൾ നടക്കുക. മികച്ച മാനസിക പ്രവർത്തനത്തിനായി 6-8 മണിക്കൂർ സുഖനിദ്ര നേടുക. സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ആഴത്തിൽ ശ്വസിക്കുക. സംസ്കരിച്ചതും പായ്ക്ക് ചെയ്തതുമായ ഭക്ഷണത്തിനുപകരം പുതിയതും ജീവനുള്ളതും ആരോഗ്യകരവും ജലാംശം കൂടിയതുമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. സാമൂഹിക ഇടപെടൽ തലച്ചോറിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഭക്ഷണത്തിനു ശേഷം ദിവസേന 2 വെജിറ്റേറിയൻ സോഫ്റ്റ് കാപ്സ്യൂളുകൾ കഴിക്കണം. കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ ഭക്ഷണത്തിനു ശേഷം ദിവസേന 1 വെജിറ്റേറിയൻ സോഫ്റ്റ് കാപ്സ്യൂൾ കഴിക്കാവുന്നതാണ്. വെള്ളം ധാരാളം കുടിക്കുക. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത്. രോഗം വന്നതിനുശേഷം ചികിത്സിക്കുന്നതിനുപകരം ആരോഗ്യത്തോടെയിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. നന്ദി. നമസ്കാരം.